സുന്ദരിമാരായ സ്ത്രീകളെ കണ്ടാൽ പുരുഷന്റെ മനസ്സിളകും എന്ന് പറഞ്ഞ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് കോൺഗ്രസ് MLA. നമ്മുടെ നാട്ടിലെ പീഡനങ്ങളെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് പരസ്യമായിട്ട് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് കോൺഗ്രസ് MLA. റിപ്പോർട്ടിലേക്ക്. ബലാത്സംഗത്തെ പ്രോത്സാഹിപ്പിക്കുകയും ന്യായീകരിക്കുകയും ചെയ്ത കോൺഗ്രസ് MLA ഫുൽസിംഗ് ബരയുടെ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ കടുത്ത പ്രതിഷേധം ശക്തമാവുകയാണ്. ഇക്കഴിഞ്ഞ നാളിലാണ് മധ്യപ്രദേശിലെ കോൺഗ്രസ് MLA ഫുൽസിംഗ് ബരയ സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടാൽ പുരുഷന്റെ മനസ്സിനെ സ്വാധീനിക്കുമെന്നും അത് ബലാത്സംഗത്തിലേക്ക് നയിച്ചേക്കാം എന്നൊരു വിവാദ പ്രസ്താവന നടത്തിയത്. അതുകൂടാതെ സ്ത്രീപീഡനത്തെ ഇയാൾ ജാതീയമായി കൂട്ടിക്കെട്ടുകയും ചെയ്തു. ഇതോടെ സംസ്ഥാനത്തുടനീളം വ്യാപകമായ പ്രതിഷേധം നടക്കുകയാണ്. പിന്നാലെ ഇയാളിൽ നിന്ന് പാർട്ടി നേതൃത്വം വിശദീകരണം തേടിയിരിക്കുന്നു. നേരത്തെ ഒട്ടേറെ തവണ ഫുൽസിംഗ് ഇത്തരം വിവാദ പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഒരു പുരുഷൻ റോഡിലൂടെ നടക്കുമ്പോൾ അതിസുന്ദരിയായ പെൺകുട്ടിയെ കണ്ടാൽ അയാളുടെ മനസ്സ് വ്യതിചലിക്കാം. അപ്പോൾ ബലാത്സംഗം സംഭവിക്കാമെന്നായിരുന്നു ഫുൽസിംഗിന്റെ വിവാദ പ്രസ്താവന. ഇന്ത്യയിൽ ബലാത്സംഗത്തിന് കൂടുതലും ഇരകളാകുന്നത് ആരാണ്? പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ജാതിക്കാരാണെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഫുൽസിംഗ് പറഞ്ഞിരുന്നു. SC/ST OBC വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകളുമായി ബന്ധത്തിലേർപ്പെടുക വഴി തീർത്ഥഫലം ലഭിക്കുമെന്നാണ് എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് മറ്റൊരു വാദം. പുരുഷന് തീർത്ഥാടനത്തിന് പോകാൻ സാധിക്കില്ലെങ്കിൽ വീട്ടിൽ വെച്ച് ബന്ധത്തിൽ ഏർപ്പെടണമെന്നും അതുവഴി പുണ്യം നേടണമെന്നും ഇയാൾ പറഞ്ഞിരുന്നു. സ്ത്രീയുടെ സമ്മതമില്ലാതെ ബലാത്സംഗം ചെയ്യാൻ കഴിയില്ലെന്നും ഇതുകൊണ്ടാണ് 4 മാസം പ്രായമുള്ളതും 1 വയസ്സുള്ളതുമായ പെൺകുഞ്ഞുങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നതെന്നുള്ള ക്രൂരമായ പരാമർശവും ഇയാളിൽ നിന്നുണ്ടായി. ബലാത്സംഗത്തെ ഒരു കാരണം കൊണ്ടും ന്യായീകരിക്കാനാകില്ലെന്നും അത് ചെയ്യുന്നവർ കുറ്റവാളികളാണെന്നും ആയിരുന്നു സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ജിത്തു പട്വാരി ഇതിന് പിന്നാലെ വ്യക്തമാക്കിയത്. രാഹുൽ ഗാന്ധി ഇൻഡോർ സന്ദർശിക്കുന്ന സമയത്ത് ഫുൽസിംഗ് സാമൂഹ്യ വിദ്വേഷം പ്രചരിപ്പിക്കുകയാണെന്നും ഇയാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണം എന്നാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവും വ്യക്തമാക്കുന്നത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഫുൽസിംഗ് ബലാത്സംഗത്തെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾ നടത്തിയത്. തെരുവിലൂടെ നടക്കുന്ന സുന്ദരികളായ സ്ത്രീകൾ പുരുഷന്റെ ശ്രദ്ധ തിരിക്കും. അത്തരം സാഹചര്യങ്ങളിൽ ബലാത്സംഗം നടക്കുമെന്ന ബലാത്സംഗത്തെ പിന്തുണയ്ക്കുന്ന പരാമർശമാണ് നടത്തിയത്. ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലാണ് മനുഷ്യത്വ വിരുദ്ധ പ്രതികരണം നടന്നിരിക്കുന്നത്. സ്ത്രീയുടെ സമ്മതമില്ലാതെ ഒരു പുരുഷന് ഒരിക്കലും ബലാത്സംഗം ചെയ്യാൻ പറ്റില്ലെന്നും 4 മാസവും 1 വയസ്സും പ്രായമുള്ള പെൺകുഞ്ഞുങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നത് ഇതുകൊണ്ടാണെന്നും ഇയാൾ നിഷ്ഠൂരമായിട്ടൊരു പരാമർശമാണ് നടത്തിയത്. MLAയുടെ മനുഷ്യത്വ വിരുദ്ധമായ പ്രസ്താവനയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ MLAയുടെ പ്രസ്താവനയെ അതിരൂക്ഷമായി തന്നെ വിമർശിക്കുകയാണ്. ഒരു ബലാത്സംഗത്തെയും ഒരു തരത്തിൽ ന്യായീകരിക്കാൻ കഴിയില്ല. ബലാത്സംഗം ചെയ്യുന്ന ഏതൊരാളും കുറ്റവാളിയാണെന്നും അതിനെ ജാതിയോയോ മതമായോ ബന്ധിപ്പിക്കാൻ കഴിയില്ലെന്നുമാണ് MLAയുടെ പ്രസ്താവനയോട് മറ്റു പ്രതികരണം. ലൈംഗിക അതിക്രമം ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും അതിനെ ന്യായീകരിക്കാനുള്ള ഏതൊരു ശ്രമവും അംഗീകരിക്കാനാകില്ല എന്നാണ് അദ്ദേഹം ഊന്നിപ്പറയുന്നത്. സാമൂഹ്യ സംഘടനകളും ഇയാളുടെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത്തരം പരാമർശങ്ങൾ സ്ത്രീകളെയും സമൂഹത്തെയും മൊത്തത്തിൽ അപമാനിക്കുന്നതാണെന്ന് ഓൾ ഇന്ത്യ ബ്രാഹ്മൺ സൊസൈറ്റി മധ്യപ്രദേശ് യൂണിറ്റ് പ്രസ്താവന അപലപിച്ചു. പ്രസ്താവന കുറ്റകരവും വികലവുമായ മാനസികാവസ്ഥയുടെ പ്രതിഫലമെന്നാണ് BJP പറയുന്നത്. സ്ത്രീകളുടെ സൗന്ദര്യത്തിന്റെ അളവുകോൽ വെച്ച് നോക്കിയും ദളിത് ആദിവാസി സ്ത്രീകൾക്കെതിരെ ഹീനമായ കുറ്റകൃത്യങ്ങളും പവിത്രമായ പ്രവൃത്തിയായി വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത് സ്ത്രീ വിരുദ്ധതയും ദളിത് വിരുദ്ധ ചിന്തയും മനുഷ്യത്വത്തിനെതിരായി നേരിട്ടുള്ള ആക്രമണവുമാണ്. ബരയ ഉടൻ തന്നെ ക്ഷമാപണം നടത്തി പുറത്താകുകയോ അല്ലെങ്കിൽ അത്തരമൊരു ചിന്താഗതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കോൺഗ്രസ് വ്യക്തമായി സമ്മതിക്കുകയോ ചെയ്യണമെന്നാണ് ആശിഷും ആവശ്യപ്പെടുന്നത്. ബരയുടെ മുൻകാല വിവാദ പരാമർശങ്ങൾ ഇതേ തുടർന്ന് പൊന്തി വന്നിട്ടുണ്ട്. 2026 ജനുവരിയിൽ SC/ST MLAമാർ സംയുക്ത തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന് കീഴിൽ നായുടെ അവസ്ഥയിലാണ് എന്ന വിവാദ പ്രസ്താവനയും ഇയാൾ ഇറക്കിയിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയുള്ള ആരോപണവും ഇയാൾക്കെതിരെ ഉയർന്നിരിക്കുകയാണ്.